ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പൊറോട്ട മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ കുറുകിയ ബീഫ് കറി ഇല്ലേ, അതിൻ്റെ രഹസ്യം എന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. 4 കിലോ സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കിലോ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി നമുക്കിത് വേവിച്ച് വെക്കണം. അപ്പോൾ ഇനി ചുവട് കട്ടിയുള്ള നല്ല വലിയ ഉരുളിയിലേക്ക് നമുക്ക് 1/4 കിലോ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് അലൂമിനിയത്തിൻ്റെ വാർപ്പുരുളിയാണ്. വെളിയിൽ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് അങ്ങനെയാണ് നമ്മൾ പാകം ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 പിടി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേച്ചിയുടെ വീട്ടിൽ പാകം ചെയ്ത എൻ്റെ റെസിപ്പിയാണ്. സവാള നന്നായിട്ട് നമുക്കത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കത്തിക്കണം സവാളയൊക്കെ വഴറ്റുമ്പോഴത്തേക്കും. ചേച്ചിയും സുമയും കൂടിയാണ് ഈ കറി തയ്യാറാക്കിയത്. നല്ല കുടുംബശ്രീയുടെ വാർഷികത്തിന് വേണ്ടിയിട്ട് 50 പേർക്ക് കൊടുക്കാനായിട്ട് വേണ്ട പൊറോട്ടായ്ക്ക് വേണ്ട കറിയാണ് വീട്ടിൽ തയ്യാറാക്കിയത്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദും ഒക്കെയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. സവാള നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് പൊടിയും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് 1/4 കിലോ ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരച്ചെടുത്തതും, അതുപോലെ തന്നെ അത്രയും തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരച്ചെടുത്തത്, ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ഒരാളും കൂടെ ഒരു സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 10-50 പേർക്ക് വേണ്ട കറി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് 4 വലിയ സവാളയും 5-6 പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റാം. ഇത് 5 കിലോ ബീഫാണ്. ചെറിയ പീസസായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി അതിൽ മസാലപ്പൊടി ചേർത്ത് ബീഫ് മസാല ചേർത്ത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രതിഭ എന്ന് പറയുന്ന മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഒട്ടും മായമില്ലാത്ത മസാലയാണ് പ്രതിഭ മസാല. പള്ളിയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് നമ്മൾ ഈ മസാല. അപ്പോൾ ഒട്ടും മായമില്ലാതെ തയ്യാറാക്കുന്ന മസാലയാണത്. അപ്പോൾ മസാലയും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇതിലേക്കിനി എക്സ്ട്രാ നമ്മളൊരു 4-5 വലിയ സ്പൂൺ മുളക് പൊടി, നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്, അതുകൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ തീ അല്പം ഒന്ന് പിരിച്ചിടണം. മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകാർ ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നതിന് ഒരു പ്രത്യേക ചേരുവ ഇതിൽ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. ഇപ്പോൾ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കൊരു 4 വലിയ സ്പൂൺ മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ല രസമാണിങ്ങനെ വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ പാചകം ചെയ്യാൻ. പ്രത്യേക ഒരു രസമാണ് അങ്ങനെ തയ്യാറാക്കുമ്പോൾ. അതുപോലെ നല്ല സ്വാദുള്ള അടിപൊളി കറിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല 2 വലിയ പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി 2-3 വലിയ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന്
വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കുരുമുളക് പൊടി ചേർത്ത് വഴറ്റുമ്പം. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഇതാണ് തിക്ക് ഗ്രേവിയുടെ ആ ഒരു രഹസ്യം. ഇതുപോലെ ഈ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കറി തിളച്ച് വരുമ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ ഒരു ചേരുവ ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തേയില്ല. ഇങ്ങനെയാണ് ഹോട്ടലിലൊക്കെ അവർ ചെയ്യുന്നത്. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും, നല്ല കുറുകിയ ചാറോട് കൂടിയ ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പം. ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, മസാല ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അല്പം ഗ്രേവിയോടുകൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ട ഗ്രേവി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി തീ നന്നായിട്ടൊന്ന് കത്തിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ നല്ല തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് ഇളക്കണം. കാരണം ഒന്നുകൂടെ കറി തിളച്ച് കുറുകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നന്നായിട്ട് തിക്കാകും. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ട തിളച്ച വെള്ളം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. അടിപൊളി കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.